ഹലോ എവരിവൺ, എല്ലാവർക്കും ഫിയബിൾ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നിൽക്കുന്നത് മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ്, ഇടുക്കി ആർച്ച് ഡാം. നമ്മൾ അടുത്ത വീഡിയോ യാത്ര തുടങ്ങുന്നതും ഇതേ ലൊക്കേഷനിൽ നിന്നാണ്. നമ്മൾ പോകാൻ പോകുന്നത് മീശപ്പുലിമലയിലേക്കാണ്. അവിടുത്തെ കൂടുതൽ ട്രക്കിംഗ് വിശേഷങ്ങളും അവിടുത്തെ സ്റ്റേൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാണുന്നതിന് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മെറ്റിയോർ 350 ഉപയോഗിച്ചുള്ള തേർഡ് റൈഡാണ്, ലോങ് റൈഡ് പോകുന്നത്. വണ്ടീൻ്റെ പെർഫോമൻസും സസ്പെൻഷൻ ബാക്കിൽ കുറച്ച് ഹാർഡാണെങ്കിലും ഈ പ്രാവശ്യത്തെ റൈഡ് വളരെ കംഫർട്ടബിളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ റൈഡ് ഓഫ് റോഡ് കുറച്ച് പോയപ്പോൾ നല്ല ജർക്കിങ് തോന്നിയെങ്കിലും ഈ പ്രാവശ്യം റോഡ്സ് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളൊരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. എന്തായാലും ഈ റോഡ് അടിപൊളി റോഡുമാണ്, നല്ല വൈബിലാണ് ഓടിക്കാൻ പറ്റുന്നത്. ഫുള്ള് കോടമഞ്ഞിലൂടെയുള്ളൊരു ഡ്രൈവായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി. ഇതിലൂടെ റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താ പറയുക, ഇവിടുത്തെ കാറ്റിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഒന്നാമത്തെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏലത്തിൻ്റെ ഇലകൾ, കാറ്റടിക്കുമ്പോൾ ഏലത്തിൻ്റെ ഇലകൾ ഉരഞ്ഞിട്ടൊരു പ്രത്യേക സ്മെല്ലാണ്. അത് ഇതിലൂടെ റൈഡ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏലം എന്ന് പറഞ്ഞാൽ ഫുള്ള് കായ്ച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ തോട്ടങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് അകത്തേക്ക് പോകാനും എന്താ പറയുക, കാടും പടലകളും ഒന്നുമില്ലാതെ വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത തോട്ടങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഞങ്ങൾ ജസ്റ്റ് മൂന്നാറിലേക്ക് കയറി കഴിഞ്ഞാണല്ലോ പിന്നെ ഫുള്ള് അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് എവിടെ നിർത്തിയാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ലൊക്കേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. വേറെ അല്ലാത്തൊരു ലൊക്കേഷൻ തിരഞ്ഞു പിടിക്കാനാണ് പ്രയാസം. കാരണം മൂന്നാറിൻ്റെ റോഡുകളും അത്ര അതിഗംഭീരമായ റോഡുകളുമാണ്. അതുപോലെ തന്നെ സീനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടേക്ക് കിട്ടാത്തൊരു ബ്യൂട്ടിഫുൾ ഫീലിങ്സ് തന്നെയാണ് ഇതിലൂടെ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളിപ്പം കാണാൻ പറ്റുന്നുണ്ടോ, ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. നമ്മൾ പറ്റിയൊന്ന് സൈഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട്. വരുന്ന വഴിക്കും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പല വാട്ടർഫാൾസ് ഉണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൈഡിൻ്റെ ടൈമിംഗ് എല്ലാം തരും. അപ്പം ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഇഷ്ടംമാതിരി ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ചിലവർ ഇവിടെ നിർത്തി കുറേ ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്കധികം സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലാത്ത കാരണം ജസ്റ്റ് പോകാം. നല്ല രസമാണ് ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ. അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റിലൂടെ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക അനുഭവമാണ്. അതിൻ്റെ കൂടെ ഈ സീനറിയും കൂടെ ആകുമ്പോൾ ഒരു റൈഡേഴ്സിന് പ്രത്യേകിച്ച് മനസ്സിലാവും അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫീലിങ്സ് എന്താണ്. മീശപ്പുലിമലയുടെ അടിവാരം എന്ന് പറയാം, അങ്ങനത്തെ ഒരു സ്ഥലമാണ് സൈലൻറ്റ് വാലിയിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസ് എടുക്കാത്തത് അവിടുന്ന് ക്യാമറ കിട്ടിയില്ല ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടുന്ന് നമ്മൾ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് പാസ് എടുക്കണം. പാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകേണ്ടത്. ബൈക്ക് കൊണ്ട് പോവാം, വേണമെങ്കിൽ അവർ പോകണം സമ്മതിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങളതിൻ്റെ റിസ്ക് എടുത്തില്ല. ഒന്നാമത് ഹിമാലയം പോലത്തെ ഒരു വണ്ടിയല്ല, മെറ്റിയോറാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. ജീപ്പിൽ ഞങ്ങൾ 6 പേരുണ്ടാവുന്നത്. 6 പേരും ഒരു ഏകദേശം ഒരു 600 രൂപ പെർ ഹെഡ് വെച്ചിട്ടായിരിക്കും കൊടുക്കേണ്ടി വരിക, ഏകദേശം ഒരു റൗണ്ട് ഫിഗർ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഇനി ജീപ്പ് കയറി ഇവിടെ നിന്ന് നേരെ പോകണം. ഏകദേശം മൊത്തം പറയുകയാണെങ്കിൽ 30 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് മീശപ്പുലിമലയിലേക്ക് വരുന്നത്. അത് 30 കിലോമീറ്റർ നമ്മുടെ ജീപ്പിൽ തന്നെ ട്രാവൽ ചെയ്യണം. ഇവിടെ കുറേ ബൈക്കേഴ്സൊക്കെ വന്നിരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോകും. ഞങ്ങളവിടെ സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീപ്പ് പോകുന്നതാണ് സേഫ് തോന്നി. ഞങ്ങളെ ബൈക്ക് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ സേഫായിട്ട് അവരെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടാണ് ലോക്ക് ചെയ്തിട്ടാണ് പോരുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നതാണ് ബേസ് ക്യാമ്പ്. അതായത് സൈലൻറ്റ് വാലിയിൽ നിന്ന് കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ എത്തുന്ന സ്ഥലമാണ് ബേസ് ക്യാമ്പ്. ഇവിടെ നമുക്ക് ടെൻറ്റ് സ്റ്റേകൾ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ട്, 10-26 ടെൻറ്റുകളുണ്ട്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. ഇവിടുന്ന് സൈൻ ചെയ്ത് എത്ര ആൾക്കാരാണ് കയറുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതിൻ്റെ ഇവിടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പം 5 ഡിഗ്രി വരെ ആവുമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ ഓൺ ദ വേ ഒന്ന് വണ്ടി നിർത്തിയിട്ട് സൺസെറ്റിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ആ മലയിൽ തട്ടി സൂര്യപ്രകാശം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പ് ഡ്രൈവറോട് സൈഡാക്കാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങി. കുറേ ആൾക്കാരാണ്, ഞങ്ങൾ 6 പേരുണ്ട്. 6 പേരും പുറത്തിറങ്ങി വീഡിയോസും ഇതെല്ലാം നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തണുപ്പ് വന്നു തുടങ്ങി. ഞങ്ങൾ ബേസ് ക്യാമ്പിൽ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങോട്ട് കയറുമ്പം ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം കാറ്റിങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്.
പക്ഷേ ഈ ഭംഗി കണ്ടപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഓൾമോസ്റ്റ് 8000 അടി മുകളിൽ വരുന്ന റോഡോ മാൻഷൻ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഹൈറ്റ്. ഇനി അങ്ങോട്ട് ട്രക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലത്തെ കുറച്ച് കോട്ടേജസ് ഉണ്ട് ഇവർക്ക്, അതായത് 3-4 കോട്ടേജസ് ഉണ്ട്. ഓരോ കോട്ടേജിനകത്തും 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബുക്കിങ്ങും കാര്യങ്ങളും ഞാൻ വീട്ടിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. എങ്ങനെയുണ്ട് മീശപ്പുലി മലയിലെ എക്സ്പീരിയൻസ്? മീശപ്പുലിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്, യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന പോലെയല്ല. ഇത് സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് മീശപ്പുലി മല. ആനമുടി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും ഹൈ ടോപ്പിലുള്ള ഒരു റിസോർട്ടാണെന്ന് പറയാം. ഇതിലും ടോപ്പിൽ വേറെ റിസോർട്ടില്ല കേരളത്തിൽ. എങ്ങനെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ? ടോപ്പ് ക്ലാസ് ആണ്. ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവർ വളരെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ക്ലീൻലിനെസ് ഉണ്ട്. പിന്നെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ, സ്റ്റാഫൊക്കെ ഫ്രണ്ട്ലിയാണ്. ഈവൻ വണ്ടി ഡ്രൈവേഴ്സും ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഫാമിലിക്കൊക്കെ ഒരിക്കൽ വന്ന് പോകാൻ പറ്റിയ സ്ഥലമാണ്. ലൈഫിൽ ഒരു ദിവസം വരുമ്പോൾ സൂക്ഷിക്കണം. ആസ്മ, പനി, ജലദോഷം എന്നിവരെ ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക. ഓക്കെ. ഏർലി മോർണിംഗ് ആണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 o'clock ആകുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ട്രക്കിങ്ങിന് റെഡിയായി. ഓൾമോസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയായി. ബിക്കോസ് സൺറൈസ് കാണാൻ വേണ്ടി അതായത് 2 സ്റ്റെപ്പായിട്ടാണ് ട്രക്കിംഗ് നടക്കുന്നത്. ഫസ്റ്റ് ഒരു ഓൾമോസ്റ്റ് 700 meters പോയാൽ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് അവിടെയാണ് നമുക്ക് സൺറൈസും അതൊക്കെ കാണാൻ പറ്റുന്നത്. മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ട്രക്കിംഗ് ഒരു 10 മിനിറ്റായിട്ടുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പത്തിന് നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടും. അടിപൊളിയായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു രംഗം, ഒരു മലേൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ തോന്നുന്നു നമുക്ക്. അത്ര നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കൂടെ ഉള്ളവർക്കും അതൊക്കെ മിസ്സായി, കാരണം ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. Who knows? ഇതിൽ ഈ നിൽക്കുന്നത് പുള്ളിക്കാരൻ ഇറ്റലിയിൽ നിന്ന് വന്നാണ്. പുള്ളി ഒരു ട്രക്കിംഗ് നല്ല എക്സ്പേർട്ടാണ്. ഞങ്ങളിത് പുള്ളിയാണ് ഫസ്റ്റ്, എപ്പോഴും എല്ലാ ഡെസ്റ്റിനേഷനിലും ഫസ്റ്റ്, ഓരോ പീക്കിലും ഫസ്റ്റ് എത്തുന്നത് ഈ പുള്ളിയായിരിക്കും. ഇതാണ് റിയൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഗൈഡ് ഇതുവരെ വന്നിട്ടില്ല, കാരണം ബാക്കിയുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നാലേ മെയിൻ ഗൈഡ് വരുള്ളൂ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വെച്ച് ഞങ്ങൾ ഒരു താഴേക്കുള്ളൊരു വഴി കണ്ട് ഞങ്ങൾ മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളി അവിടുന്ന് മാപ്പ് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഈ റൂട്ടല്ലാതെയും വേറെ റൂട്ട് പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ റൂട്ടിന് എല്ലാവരും പോയപ്പോൾ ഞങ്ങൾ ഈ റൂട്ടിന് തന്നെ അങ്ങ് വെച്ച് പിടിച്ച്. ഇതിനു മുമ്പും ചേമ്പ്ര പീക്കൊക്കെ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കാറ്റാണ്. കാറ്റും അതേപോലെ തന്നെ നല്ല തണുപ്പും. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വീശുമ്പോൾ തണുപ്പ് അതിമാരകമായിട്ട് തോന്നും. ഞങ്ങൾ ആദ്യം ഒരു ബനിയൻ, അതിൻ്റെ മുകളിലൊരു സ്വെറ്റർ, അതിൻ്റെ മുകളിലൊരു റെയിൻ കോട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നല്ലോണം വേർക്കും. നമ്മൾ ഓരോ പീക്ക് കയറി ഇറങ്ങുമ്പോഴും നല്ലോണം വേർക്കുകയും ചെയ്യും. ഉള്ളിൽ ഫുള്ള് വേർപ്പാണ്. പക്ഷേ ഈ കോട്ട് ഊരി കഴിഞ്ഞാൽ തണുത്ത് വിറയ്ക്കുകയും ചെയ്യും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത്. ശരിക്കും വൺസ് അനുഭവിച്ച് തന്നെ എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല ട്രക്കിങ്ങിലും പല രീതിയിലായിരിക്കും. കാറ്റുണ്ടാവും, പക്ഷേ ഇത് തണുപ്പും കാറ്റും അത് എന്താ പറയുക, അതിൻ്റെ എഫക്റ്റ് ഡബിളാകും. പിന്നെ ട്രക്കിംഗ് അത്യാവശ്യം നല്ല സ്റ്റീമുള്ള ട്രക്കിങ്ങുമാണ്. അപ്പോൾ വൺസ് എവരി വൺ ഒന്ന് ട്രൈ ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് മീശപ്പുലി മല. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ മുകളിലെത്തി. 4-4.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് എത്തിയതാണ്. കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാം സ്കിപ്പ് ചെയ്തതാണ് ടൈം ഡ്യൂറേഷൻ കാരണം. ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കാണിച്ചിട്ട് നിങ്ങൾക്ക്
അതായത് ഇത്രയും ഏറ്റവും ടോപ്പ് പീക്കിൻ്റെ മുകളിലുള്ളൊരു കല്ലാണിത്. ഈ കല്ലാണ് നമ്മൾ കേരളവും തമിഴ്നാടും സെപ്പറേറ്റ് ചെയ്യുന്ന കല്ല്. ഇത് അത്രയും ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നൊരു കല്ലാണ്. ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നൂല്ലേ? അതാണ്, ഇതൊക്കെ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതിനി എപ്പം തിരിച്ച് ഞങ്ങൾ ഇതേപോലെ ഇനി ഒരു ട്രെക്കിംഗ് ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും ഇത് വന്നത് ഞങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ സ്റ്റേ വളരെ അടിപൊളി സ്റ്റേ ആയിരുന്നു. വെള്ളത്തിന് ശരിക്കും ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നുമില്ല. മൊബൈൽ റേഞ്ച് ഹാഫ് ആകുമ്പോഴേക്കും പോകും. കയറ്റം കയറി ട്രക്കിംഗ് പകുതി എത്തും. ഇവിടുത്തെ ട്രക്കിംഗ് അല്ല വരുന്നത്, ജീപ്പിൽ നമ്മൾ ഓഫ് റോഡ് വരുമ്പോൾ തന്നെ മൊബൈൽ റേഞ്ച് പോകും. പിന്നെ കറണ്ട് കണക്ഷൻ ഒന്നുമില്ല. ഇവിടെ സോളാർ വെച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. സോളാർ രാത്രി 8 മണി വരെയൊക്കെ ഒരുവിധം ചൂട് കിട്ടും. അതിനുള്ളിൽ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം കുറച്ച് കിട്ടും. അതും അന്നത്തെ ക്ലൈമറ്റിനനുസരിച്ച് ചൂടുവെള്ളം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പം എന്നിട്ട് തന്നെ അവർ അത്യാവശ്യം നല്ല ഡീസൻസിയിൽ ബാത്റൂംസും റൂംസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല രാത്രിത്തെ ഫുഡ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, അങ്ങനത്തെ എല്ലാതരം ഫുഡും ഉണ്ട്. ഇത്രയും ഒരു ഹിൽ ടോപ്പിൽ അവർക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു സർവീസ് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നിരിക്കുന്നത്. അതിലൊരു കുറ്റവും പറയാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ കാണുന്നൊരു കാഴ്ച ഞങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനകത്ത് ഇവിടെ ഒരുപാട് ചെന്നായ്ക്കളും അതേപോലെ തന്നെ പല മൃഗങ്ങളും ഉണ്ട്. ഇതിവിടുത്തെ ആടിനെ എന്തിനെയോ കഴിച്ചിട്ട്, മാന്യ ആടിനെ എന്തോ കഴിച്ചിട്ടതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ കെയർഫുൾ ആകണം. ഇവിടെ ടൈഗറിനെയും സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പോമാർ. പക്ഷെ എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല. മൊട്ടക്കുന്നുകളാണ്. എന്നാലും ഇവിടെ ചെന്നായ്ക്കൾ ഒരുപാടുണ്ട് എന്ന്. അത് എന്തിനേയും ഹണ്ട് ചെയ്ത് പിടിക്കുന്ന കൽപ്പുള്ള ചെന്നായ്ക്കളുണ്ട് എന്നാണ് പറയുന്നവർ. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെയാണ് നമ്മുടെ കോട്ടേജ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലെ കോട്ടേജ് ഫുൾ പൈൻ മരങ്ങളാണ്. ഈ പൈൻ മരങ്ങൾക്കുള്ളിലാണ് നമുക്ക് ഈ മാജിക് മഷ്റൂമിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. നമ്മളെ കൂടുതലുള്ളവരൊക്കെ തപ്പിപ്പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ളൊരു ആവതില്ല. ഇനി വേഗം പോയി റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക. ഒരു 1 hour കിടന്നിട്ട് പിന്നെ ഫുഡും കഴിച്ചിട്ട് തിരിച്ചിറങ്ങണം. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ക്യാൻസലേഷനൊന്നുമില്ല. കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബുക്ക് ചെയ്യുന്നെങ്കിൽ ഒരു 1.5 month മുമ്പൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്ലോട്ട് കിട്ടുന്നതാണ്. അത്യാവശ്യം സീസണിലാകുമ്പം സീറ്റ് കിട്ടാൻ, ബുക്കിംഗ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യുക. ഒരു കാര്യം ഉറപ്പാണ്, മീശപ്പുലിമല നിങ്ങൾ ഒരിക്കലും ഈ പൈസ കൊടുത്തതിന് നിരാശ തോന്നില്ല. അത്രയും വെറുത്താണ് അവിടെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്.